ഹൈ ഓൾ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിഷ്ണു പുഷ്പരാജ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള 3/8/2025 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 1060/2025 നടന്നിട്ടുള്ള ജൂനിയർ ക്ലർക്കിന്റെ ആക്ട് ആൻഡ് റൂൾസ് അല്ലെങ്കിൽ ലോയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സുമാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം എന്താണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ ഒന്ന് ചോദിച്ചിട്ടുള്ളൂ. ഒരു രീതിയിൽ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ഈ ഒരു കോപ്പറേറ്റീവ് ലോയുടെ ഭാഗത്തല്ല. പൊതുവേ നമുക്ക് ടോട്ടലായിട്ട് ആ എക്സാം കംപ്ലീറ്റ് ആയിട്ട് വളരെ സിമ്പിൾ ആയിരുന്നു. 100 ചോദ്യം വളരെ സിമ്പിൾ ആയിരുന്നു. എസ്പെഷ്യലി നമ്മുടെ ആ ഒരു കോപ്പറേറ്റീവ് ലോയിലേക്ക് പോകുമ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ളതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അവർ ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പരിശോധിക്കാം കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പരിശോധിക്കാം. ഓക്കെ, അതിൽ ഒന്നാമത്തെ ചോദ്യം നോക്കിയടേ, ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ട്രാൻസ്ഫറിങ് ഓഫ് ഫണ്ട്സ് ഓർ ലീസിങ് ഓഫ് അസറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി to its subsidiary institution shall be made with the prior approval of dash based on the resolution passed by the dash of the society. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ഇത് ഏത് സെക്ഷൻ ആണെന്ന് നമ്മൾ അതിൽ മനസ്സിലാക്കണം അല്ലേ? പ്രൊമോഷൻ ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ്, ആ ഒരു സെക്ഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. സെക്ഷൻ 14A പറഞ്ഞിട്ടുള്ളതാണ്. സെക്ഷൻ 14A അവിടെ എന്താ പറയുന്നത്? പ്രൊമോഷൻ, നമുക്ക് ഈ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒക്കെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട കാര്യം പറയാണ് അല്ലേ. എനിക്ക് എന്താ പറയുക, പ്രൊമോഷൻ ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ, പ്രൊമോഷൻ ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ദി എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ്, അംഗങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾ അല്ലെ എക്കണോമിക് വെൽഫെയർസിന് വേണ്ടി എന്താണ് ഈ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷൻ 14A പറയുന്നത്. അപ്പോൾ അവിടെ പറയുന്നത് ട്രാൻസ്ഫറിങ് ഓഫ് ഫണ്ട്സ് ഓർ ലീസിങ് ഓഫ് അസറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ടു ഇറ്റ്സ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ഇപ്പോൾ ഒരു സംഘം അതിന്റെ ഫണ്ടോ അല്ലെങ്കിൽ അതിന്റെ അസറ്റോ അല്ലെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ അതിന്റെ അസറ്റ് ലീസിന് കൊടുക്കുകയോ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് എപ്പോൾ മാത്രം അല്ലെങ്കിൽ എങ്ങനെയാണ് അത് കൊടുക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. ഷാൾ ബി മെയ്ഡ് വിത്ത് എ പ്രയർ അപ്രൂവൽ ഓഫ് ഡാഷ്. അപ്പൊ ആരുടെ ഒരു മുൻകൂട്ടിയുള്ള അനുമതി വേണം. ആ അനുമതി എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? ബേസ്ഡ് ഓൺ ദ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ദ ഡാഷ് ഓഫ് ദ സൊസൈറ്റി. അപ്പൊ ഓപ്ഷൻ എയിൽ പറയുകയാണ് എന്താണ്, ആരുടെ അപ്രൂവൽ ആണ് വേണ്ടത്? ആ രജിസ്ട്രാറുടെ അപ്രൂവൽ ആണെന്ന് ഓപ്ഷൻ എയിൽ പറയുന്നു. അപ്പൊ രണ്ടാമത് പറയാണ് ബേസ്ഡ് ഓൺ ദ റെസൊല്യൂഷൻ. അപ്പൊ ഒരു പ്രമേയം പാസ്സാക്കി ആ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ രജിസ്ട്രാറിന്റെ കയ്യിൽ നിന്ന് മുൻകൂട്ടിയുള്ള അനുമതി മേടിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, ഒരു സംഘത്തിന് അതിന്റെ ഫണ്ട് അതിന്റെ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രാൻസ്ഫർ ചെയ്യാനോ അല്ലെങ്കിൽ ആ സംഘത്തിന്റെ അസറ്റ് ആ ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷന് ലീസിന് കൊടുക്കാനേ പറ്റുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഏതാണ് ഇവിടെ ആൻസർ വരിക? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എയിൽ പറയുന്നു രജിസ്ട്രാർ ജനറൽ ബോഡി, ഓപ്ഷൻ ബിയിൽ പറയുന്നു രജിസ്ട്രാർ മാനേജിംഗ് കമ്മിറ്റി, ഓപ്ഷൻ സിയിൽ പറയുന്നു ഗവൺമെന്റ് ജനറൽ ബോഡി ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു ഗവൺമെന്റ് മാനേജിംഗ് കമ്മിറ്റി. ഏത് ആൻസർ വരിക? ആ ഗവൺമെന്റും ജനറൽ ബോഡി ആണെന്ന് ഓർത്ത് വെച്ചേക്കുക അല്ലേ. ഇവിടെ പറയുന്നുണ്ട്. ഇത് പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 14A കേട്ടോ. അവിടെ വിശദമായിട്ട് പറയുന്നുണ്ട്. സെക്ഷൻ 14A സബ്സെക്ഷൻ 2E കേട്ടോ. സബ്സെക്ഷൻ 2E പറയുന്നത്. ഇവിടെ ഇങ്ങനെ പറയാം, ട്രാൻസ്ഫറിങ് ഓഫ് ഫണ്ട്സ് ഓർ ലീസിങ് ഓഫ് അസറ്റ് ഓഫ് ദ സൊസൈറ്റി ടു ഇറ്റ്സ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഷാൾ ബി മെയ്ഡ് വിത്ത് പ്രയർ അപ്രൂവൽ ഓഫ് ദ ഗവൺമെന്റ്. അപ്പൊ ഗവൺമെന്റിന്റെ അനുമതി മേടിക്കണം കേട്ടോ. ആരുടെ അനുമതിയാണ്? ആ ഗവൺമെന്റിന്റെ അനുമതി മേടിക്കണം. ഗവൺമെന്റ് എങ്ങനെ മാത്രമേ അനുമതി തരികയുള്ളൂ? ബേസ്ഡ് ഓൺ ദ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ദി ജനറൽ ബോഡി. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സംഘത്തിന്റെ ജനറൽ ബോഡി അല്ലെ, സംഘത്തിന്റെ പൊതുയോഗം ഒരു പ്രമേയം പാസ്സാക്കണം. അങ്ങനെ ആ പ്രമേയം പാസ്സാക്കിയതിനു ശേഷം ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് അനുമതിയും മേടിക്കണം. നമ്മൾ ആ പാസ്സാക്കിയ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഗവൺമെന്റ് നമുക്ക് അനുമതി നൽകുക. അങ്ങനെ ഗവൺമെന്റ് അനുമതിയും കൂടെ കിട്ടിയതിനു ശേഷം മാത്രമേ നമ്മുടെ ഫണ്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ അസറ്റ് ആയിക്കോട്ടെ അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, വളരെ സിമ്പിൾ ആണ്, ബേസ് ആണ്, ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ചിലരെല്ലാം എനിക്ക് തോന്നുന്നു രജിസ്ട്രാർ ജനറൽ ബോഡിയിലേക്ക് പോകാൻ ഒരു ചാൻസ് ഉണ്ടല്ലേ. രജിസ്ട്രാർ ജനറൽ ബോഡിയിലേക്ക് പോകും, പക്ഷെ അല്ല, ഗവൺമെന്റ് ജനറൽ ബോഡിയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എടാ, ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ കുറച്ചൊന്ന് ആലോചിക്കണം.
നമ്മുടെ ഒരു ബ്രെയിൻ ഒന്ന് വർക്ക് ചെയ്യണം. കാരണം ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ആക്ടിലോ റൂളിലോ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല, നമ്മളത് മനസ്സിലാക്കണം. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, നോക്കി, നല്ല ക്വസ്റ്റ്യൻ. ദ ഇനീഷ്യൽ ഷെയർ ക്യാപിറ്റൽ ടു ബി നീഡഡ് ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് എ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇപ്പൊ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ യുവർ ഏരിയ ഈസ് ഡാഷ്. അപ്പൊ പറയാണ് നമുക്ക് ഒരു സംഘം, ഒരു സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ ഷെയർ ക്യാപിറ്റലായിട്ട് നമ്മൾ എത്ര രൂപ കളക്ട് ചെയ്യണം. ഇത് അമെൻമെന്റിൽ കൂടെ വന്നിട്ടുള്ള ഒരു ഏരിയ ആണ് അല്ലേ, ഭേദഗതി. നമ്മുടെ എന്താ പറയുക, ആക്ടിലെ അമെൻമെന്റിൽ കൂടെ വന്നിട്ടുള്ള ഒരു ഭേദഗതിയാണ് ഓർത്ത് വെച്ചേക്കുക. അല്ലെങ്കിൽ ആക്ടിലെ അമെൻമെന്റിലൂടെ, അമെൻമെന്റും ഭേദഗതി ഒന്നാണല്ലോ അല്ലേ, ആക്ടിലെ അമെൻമെന്റിൽ കൂടെ കൂട്ടിച്ചേർത്തിട്ടുള്ളതാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഇപ്പോൾ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുക, രജിസ്റ്റർ ചെയ്യാൻ പോകുന്നതെങ്കിൽ മിനിമം നമ്മൾ ഇത്ര രൂപ അവിടെ അല്ലേ, മിനിമം എത്ര രൂപ നമ്മൾ ഇനീഷ്യൽ ഷെയർ ക്യാപിറ്റലായിട്ട് കളക്ട് ചെയ്യണം. അവിടെ ഓപ്ഷൻ എയിൽ പറയുകയാണ് 1 ലക്ഷം രൂപ അല്ലേ, ഓപ്ഷൻ ബിയിൽ പറയാണ് 2.5 ലക്ഷം, ഓപ്ഷൻ സിയിൽ പറയാണ് 3 ലക്ഷം ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറയാണ് 5 ലക്ഷം രൂപ. എത്രയാണ് മക്കളെ ഇവിടെ ആൻസർ വരുന്നത്? എത്രയാണ് ഇവിടെ ആൻസർ വരുന്നത്? ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഇവിടെ നമുക്കറിയാം ഡയറക്റ്റ് ആയിട്ട് ഇത് പറയുന്നില്ല. നമ്മുടെ ആ ഒരു എന്താ പറയാ, ആക്ച്വലി പറഞ്ഞ ഇങ്ങനെയാണ്, ദാറ്റ് ദ പ്രപ്പോസ്ഡ് ക്രെഡിറ്റ് സൊസൈറ്റി അല്ലെ. ഇപ്പൊ നമ്മൾ രൂപീകരിക്കാൻ പോകുന്ന ഒരു സംഘം അതൊരു ക്രെഡിറ്റ് സംഘമാണെങ്കിൽ, വായ്പാ സംഘമാണ് ക്രെഡിറ്റ് സംഘം അല്ലെ. ഒരു ക്രെഡിറ്റ് സംഘമാണെങ്കിൽ മിനിമം 2.5 ലക്ഷം രൂപയും, അതുപോലെ തന്നെ നമ്മൾ ഇനി രൂപീകരിക്കാൻ പോകുന്നത് എന്താണ്, ഒരു നോൺ ക്രെഡിറ്റ് സംഘമാണെങ്കിൽ, വായ്പാ സംഘമല്ല, ഒരു നോൺ ക്രെഡിറ്റ് സംഘമാണെങ്കിൽ പറയുന്നുണ്ട് മിനിമം നമ്മൾ 1 ലക്ഷം രൂപയും നമ്മൾ അവിടെ ഷെയർ ക്യാപിറ്റലായിട്ട് കളക്ട് ചെയ്യണം. അപ്പൊ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഏത് ഗണത്തിൽ പെടുന്നതാണ്, ക്രെഡിറ്റ് ആണോ നോൺ ക്രെഡിറ്റ് ആണോ, അതങ്ങനെ മനസ്സിലാക്കണം അല്ലെ. ക്രെഡിറ്റ് ആണോ നോൺ ക്രെഡിറ്റ് ആണോ എന്ന് മനസ്സിലാക്കണം. നമുക്കറിയാം സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഒക്കെ വരുന്നത് അത് ക്രെഡിറ്റിലാണ്, വായ്പ നൽകത്തില്ലേ അല്ലെ, വായ്പ ക്രെഡിറ്റ് സംഘമാണ്. അതുകൊണ്ട് തന്നെ എത്ര രൂപയാണ്, ആ 2.5 ലക്ഷം രൂപ എങ്കിലും, മിനിമം 2.5 ലക്ഷം രൂപ എങ്കിലും അവിടെ എന്ത് വേണം മക്കളെ, അവിടെ നമ്മൾ ഷെയർ ക്യാപിറ്റലായിട്ട് എന്ത് ചെയ്യണം, കളക്ട് ചെയ്യണം കേട്ടോ, കളക്ട് ചെയ്യണം. ഇനിയിപ്പോ ഈ ഷെയർ ക്യാപിറ്റലിന്റെ ഞാൻ പറഞ്ഞു ഒന്ന് മനസ്സിലാക്കി പോകണം കേട്ടോ. അടുത്ത പരീക്ഷയ്ക്ക് വീണ്ടും ചോദിക്കാം. ക്രെഡിറ്റ് സംഘമാണെങ്കിൽ ഇപ്പൊ ഇവിടെ മനസ്സിലാക്കുക, ക്രെഡിറ്റ് സംഘമാണെങ്കിൽ എത്രയാണ്, മിനിമം 2.5 ലക്ഷം രൂപ കേട്ടോ. ക്രെഡിറ്റ് സംഘമാണെങ്കിൽ മിനിമം 2.5 ലക്ഷം രൂപ. ഇനി നോൺ ക്രെഡിറ്റ് സംഘമാണെങ്കിലോ, നോൺ ക്രെഡിറ്റ് സംഘമാണെങ്കിൽ മിനിമം 1 ലക്ഷം രൂപ കളക്ട് ചെയ്യണം കേട്ടോ. എന്നാൽ ഇത് ബാധകമല്ല, ഈ ഒരു മിനിമം ഷെയർ ക്യാപിറ്റൽ എന്നുള്ള ആ ഒരു ക്ലോസ് ബാധകമല്ലാത്ത കുറച്ച് സംഘങ്ങളുണ്ട്. അതൊന്ന് ജസ്റ്റ് നമുക്ക് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് പോകാം. ഏതൊക്കെയാണ് അതിൽ വരുന്നത്? ആദ്യം വരുന്നത് ഏത് തന്നെയായിരിക്കും, SC/ST സംഘം. ഇപ്പൊ ഒരു SC/ST സംഘത്തിന് ഒരു കാരണവശാലും അവിടെ മിനിമം ഷെയർ ക്യാപിറ്റൽ എന്നുള്ള ക്ലോസ് ബാധകമല്ല. പിന്നെ പറയുന്നുണ്ട് ഫിഷറീസ് സംഘം കേട്ടോ, ഫിഷറീസ് SC/ST സംഘം പറയുന്നുണ്ട്, ഫിഷറീസ് സംഘം പറയുന്നുണ്ട്, അല്ലെങ്കിൽ പറയണം വനിതാ സംഘങ്ങൾ പറയുന്നുണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സ് സംഘങ്ങൾ പറയുന്നുണ്ട്. പിന്നെ എന്താണ്, പ്രൈമറി ആനത്ത് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് പറയുന്നുണ്ട്, സ്കൂൾ സംഘം പറയുന്നുണ്ട്, കോളേജ് സംഘം പറയുന്നുണ്ട്, പിന്നെ ട്രഡീഷണൽ ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇവർക്കൊന്നും ഈ മിനിമം ഷെയർ ക്യാപിറ്റൽ ബാധകമല്ല കേട്ടോ. ഓർത്ത് വെച്ചേക്കുക, SC/ST സംഘം, ഫിഷറീസ് സംഘം, വനിതാ സംഘം, ട്രാൻസ്ജെൻഡേഴ്സ് സംഘം, പ്രൈമറി ആനന്ദ് പാറ്റേൺ മിൽക്ക് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, പിന്നെന്താണ് സ്കൂൾ അല്ലെങ്കിൽ കോളേജ് സംഘം, പിന്നെ ട്രഡീഷണൽ ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഇവർക്കൊന്നും മിനിമം ഷെയർ ക്യാപിറ്റൽ എന്നുള്ള ക്ലോസ് ബാധകമല്ല കേട്ടോ. അപ്പൊ ഒന്നുകൂടെ ഓർത്ത് വെച്ചേക്കാം, അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇനി അടുത്ത തവണ നിങ്ങളോട് ചോദിക്കാം, നോൺ ക്രെഡിറ്റ് സംഘമാണെങ്കിൽ എത്രയാണ്, 1 ലക്ഷം രൂപ. ക്രെഡിറ്റ് സംഘമാണെങ്കിൽ മിനിമം എത്രയാണ്, 2.5 ലക്ഷം രൂപ. പഠിച്ചില്ലേ അല്ലേ, എല്ലാവരും പഠിച്ചു. സെക്ഷൻ 7 പറയുന്നത് കേട്ടോ, സെക്ഷൻ 7 പറയുന്നത്. എടാ ഇതും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, നമ്മൾ ഇവിടെ തന്നെ നമ്മൾ എൻട്രിയിലെ ക്ലാസ്സിൻ്റെ എക്സാമിൻ്റെ തലേദിവസം നമ്മൾ ക്ലാസ് വെച്ചു. ആ ഒരു ക്ലാസ്സിൽ ഞാൻ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുള്ള ഇതല്ല ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ അന്ന് അവിടെ ഞാൻ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു, നിങ്ങൾ പഠിച്ചിട്ട് പോകണം, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുണ്ട്. എന്താണ്, എവരി കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാവിംഗ് എ നെറ്റ് പ്രോഫിറ്റ് ഷാൾ സെറ്റ് അപ്പാർട്ട് 5% of such net profit subject to a minimum of dash and a maximum of dash towards cooperative education fund. അപ്പൊ എന്താ പറയുക, നെറ്റ് പ്രോഫിറ്റ്, അറ്റ ലാഭം അല്ലെ, നെറ്റ് പ്രോഫിറ്റ് ഉള്ള എല്ലാ സംഘവും, നെറ്റ് പ്രോഫിറ്റ് ഉള്ള എല്ലാ സംഘവും എന്ത് ചെയ്യണം, മിനിമം 5%, ആ നെറ്റ് പ്രോഫിറ്റിന്റെ 5% എന്തായിട്ട് കണക്കാക്കണം എന്നാ പറയുക, ഏതിലേക്ക് വക മാറ്റണം, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് വക മാറ്റണം.
കേട്ടോ. ഓർത്ത് വെച്ചേക്കുക. നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ഉള്ള എല്ലാ സംഘങ്ങളും അവരുടെ 5% എന്ത് ചെയ്യണം? വക മാറ്റണം. വക മാറ്റുക എന്നാണ് മലയാളത്തിൽ പറയുക അല്ലെ. എങ്ങോട്ട് വക മാറ്റണം? നമ്മൾ പറയുന്നുണ്ട് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് വക മാറ്റണം എന്നോർത്ത് വെച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്യണം, അല്ലെങ്കിൽ വക മാറ്റണം എന്നോർത്ത് വെച്ചിട്ട് 5% നെറ്റ് പ്രോഫിറ്റ് ഉള്ള എല്ലാ സംഘങ്ങളും അവരുടെ 5% രൂപ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് മിനിമം എത്ര, മാക്സിമം എത്ര, മിനിമം എത്ര, മാക്സിമം എത്ര അല്ലെ. ഇപ്പൊ നമ്മള് നെറ്റ് പ്രോഫിറ്റിന്റെ 5% നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു 1500 രൂപയാണ് വന്നതെങ്കിൽ നമ്മൾ ഈ 1500 ആണോ അങ്ങോട്ട് വക മാറ്റേണ്ടത്? അല്ല, അവിടെ ഒരു മിനിമം എമൗണ്ട് പറയുന്നുണ്ട്. ഇനിയും പറയുകയാണ് നമ്മൾ 5% നോക്കുമ്പോൾ നമുക്കൊരു 2 ലക്ഷം രൂപ, നെറ്റ് പ്രോഫിറ്റ് ഒരുപാടുള്ള സംഘമാണ്, നമ്മൾ അതിൻ്റെ 5% നോക്കുമ്പോൾ 2 ലക്ഷം രൂപ, 2 ലക്ഷം രൂപയാണ് 5% വരുന്നതെങ്കിൽ ആ 2 ലക്ഷം രൂപ നമ്മൾ വക മാറ്റേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇവിടെ ഒരു മിനിമവും ഇനി ഒരു മാക്സിമവും പറയുന്നുണ്ട്. ഓപ്ഷൻ എയിൽ പറയുന്നത് ഏതാണ്? മിനിമം 2000, മാക്സിമം 60,000. കുറെ ആൾക്കാർ ചിലപ്പോൾ ഇതിലേക്ക് ഉത്തരം എഴുതാൻ പോയി കാണും. രണ്ടാമത്തെ ഓപ്ഷൻ പറയാണ് മിനിമം 3000, മാക്സിമം 1 ലക്ഷം. ഇതിലേക്ക് അങ്ങനെ ആരും പോകാൻ ചാൻസ് ഇല്ല. മൂന്നാമത് പറയുകയാണ് മിനിമം 2000, മാക്സിമം 1 ലക്ഷം. ഇതിലേക്കും കുട്ടികൾ ആൻസർ എഴുതാൻ പോയി കാണും. ഇനി ഓപ്ഷൻ ഡിയിൽ പറയുന്നു മിനിമം 5000, മാക്സിമം 75,000. ഇതിലേക്ക് പോവില്ല. അപ്പം ഇത് രണ്ടെണ്ണം നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. കുട്ടികൾ ആൻസർ എഴുതാൻ പോകുന്നത് ഈ രണ്ടിലെ ഏതെങ്കിലും ആയിരിക്കും അല്ലേ. ഓപ്ഷൻ എയോ ഓപ്ഷൻ സിയോ ആയിരിക്കും. കാരണം അമെൻമെന്റിന് മുൻപ് എത്രയായിരുന്നു? 60,000 ആണ്. നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ഒരുപാട് കുട്ടികൾ എഴുതാൻ പോകുന്ന ഓപ്ഷൻ ആയിരിക്കാം എ. കാരണം അപ്ഡേറ്റ് ചെയ്യണം, നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം. അമെൻമെന്റ് വന്നില്ലേ, അമെൻമെന്റിന് ശേഷം എത്രയാണ്? 1 ലക്ഷം രൂപയാണ് കേട്ടോ. മിനിമത്തിന് വ്യത്യാസമില്ല, പക്ഷെ മാക്സിമത്തിന് വ്യത്യാസമുണ്ട് എന്ന് ഓർത്ത് വെച്ചേക്കുക. മിനിമം 2000, മാക്സിമം 1 ലക്ഷം. ഒരുപാട് കുട്ടികൾ നമ്മൾ വിളിച്ച് പറഞ്ഞു സാറേ അബദ്ധം പറ്റിപ്പോയി, ഞാൻ അമെൻമെന്റ് നോക്കിയില്ല സാറേ, റൂൾ അമെൻമെന്റ് നോക്കിയില്ല, അതുകൊണ്ട് അബദ്ധം പറ്റി, ഞാൻ 60,000 തന്നെ വെച്ച് കാച്ചി അല്ലേ. മാർക്ക് പോയില്ലേ? മാർക്ക് പോയി. അമെൻമെന്റ് ആണ് മിനിമം 2000, മാക്സിമം 1 ലക്ഷം രൂപയാണ്. മിനിമം 2000, മാക്സിമം 1 ലക്ഷം രൂപ. ഏത് വകുപ്പ് നമുക്ക് നോക്കാം. ഈ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് അല്ലെ, സഹകരണ വിദ്യാഭ്യാസ ഫണ്ട്, ഇതിനൊരു കസ്റ്റോഡിയൻ ഉണ്ട് കേട്ടോ. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിന് കസ്റ്റോഡിയൻ ഉണ്ട്. കസ്റ്റോഡിയൻ ആരാന്ന് ചോദിച്ചാൽ സംസ്ഥാന സഹകരണ യൂണിയനാണ്. ഏത് സെക്ഷനാണ് പറയുന്നത് വെച്ചാൽ സെക്ഷൻ 56 സബ്സെക്ഷൻ 1 ക്ലോസ് ബി. ക്ലോസ് ബിയിലാണ് പറയുന്നത് 5% വക മാറ്റണം എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ റൂള് കൊണ്ട് ഈ എമൗണ്ട് ഒക്കെ പറയുന്നത് എവിടാന്ന് ചോദിച്ചാൽ അത് ഇതിന്റെ റൂളിലാണ്, ചട്ടത്തിലാണ് പറയുക എത്ര രൂപ മിനിമം, മാക്സിമം എത്ര രൂപ. ഓക്കെ, ആ ചട്ടത്തിലാണ്. അതിന്റെ ചട്ടം ഏതാണ്? റൂൾ ഏതാണ്? അതിന്റെ റൂൾ ഏതാണ് പറയുന്നത്? അതിന്റെ റൂള് 53 കേട്ടോ. റൂള് 53 പറയുക. റൂള് 53 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്. കസ്റ്റോഡിയൻ ആരാണ്? അത് സംസ്ഥാന സഹകരണ യൂണിയനാണ് അല്ലെ. സംസ്ഥാന സഹകരണ യൂണിയനാണ് കേട്ടോ. മിനിമം 2000, മാക്സിമം 1 ലക്ഷം രൂപയെന്ന് ഓർത്ത് വെച്ചേക്കുക. മിനിമം 2000, മാക്സിമം 1 ലക്ഷം രൂപയെന്ന് ഓർത്ത് വെച്ചേക്കുക. മനസ്സിലാക്കി പഠിക്കണം, കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ നമ്മൾ എന്നാണ് ഇത് അടയ്ക്കേണ്ടത്? ഈ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടൊക്കെ നമ്മൾ എന്നാണ് അടയ്ക്കേണ്ടതെന്ന് ചോദിച്ചാൽ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് അല്ലേ. അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. പറയുന്നുണ്ട് the sum so allocated shall be remitted to the credit of cooperative education fund in the Kerala State Cooperative Bank within 2 months of the date of receipt of audit certificate. ഇപ്പൊ സംഘത്തിന് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് DC ഇഷ്യൂ ചെയ്യുന്നതാണ്. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് സംഘത്തിന് കിട്ടി 2 മാസമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്. ഏത്? കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് എന്ന് പറഞ്ഞ ഒരു ക്രെഡിറ്റ് ഉണ്ട്. അതിലേക്ക് നമ്മൾ ഈ പൈസ അടച്ചിരിക്കണം. ഇനി നമ്മൾ അടയ്ക്കാൻ പറ്റുന്നില്ലെങ്കിലും 2 മാസമാണ് നമ്മൾ അടയ്ക്കുന്നില്ല, നമുക്ക് അവിടെ ഒരു എന്താ പറയുക വീഴ്ച സംഭവിച്ചു, നമ്മൾ ഫെയിലറായി അല്ലേ പറയുന്നുണ്ട്. അത് ഇൻ ദ കേസ് ഓഫ് ഫെയിലർ ഓഫ് റെമിറ്റൻസ് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്, ഈ ഒരു സഹകരണ വിദ്യാഭ്യാസ ഫണ്ട് അടയ്ക്കാൻ നമ്മളവിടെ ഫെയിൽ ആകുകയാണെങ്കിൽ സംഘത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഇല്ലേ, ചീഫ് എക്സിക്യൂട്ടീവ്, സംഘത്തിന്റെ സെക്രട്ടറി അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ്, മുഖ്യ കാര്യദർശി എന്നൊക്കെ പറയും. സെക്ഷൻ 2DA പറയുക ചീഫ് എക്സിക്യൂട്ടീവിനെ കുറിച്ച്. ചീഫ് എക്സിക്യൂട്ടീവ് അവിടെ പെനാൽറ്റി അല്ലെങ്കിൽ ഫൈൻ അടയ്ക്കേണ്ടി വരും എന്ന് ഓർത്ത് വെച്ച് കേട്ടോ. ലയബിൾ ടു പേ എ പീനൽ ഇൻട്രസ്റ്റ്, പിഴപ്പലിശ എന്ന് പറയുന്നില്ലേ, അദ്ദേഹം ഒരു പീനൽ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടി വരും. എത്രയാണെന്ന് ചോദിച്ചാൽ 8%. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ 8% ഓർത്താൽ മതി. ഇനി മെമ്പർ റിലീഫ് ഫണ്ട് വരുമ്പം എന്താണ്? മെമ്പർ 6% ഓർത്താൽ മതി.
ഇപ്പോൾ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് നമ്മുടെ കയ്യിൽ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി 2 മാസമായിട്ട് അടയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സംഘത്തിന്റെ മുഖ്യ കാര്യദർശി അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് അവിടെ എന്താണ് പീനൽ ഇൻട്രസ്റ്റ്, പിഴപ്പലിശ എന്നൊക്കെ പറയും മലയാളത്തിൽ, പീനൽ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടി വരും. എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ 8% ആണെന്ന് ഓർത്ത് വെച്ചേ കേട്ടോ. അതൊന്ന് മനസ്സിലാക്കണേ, അതൊന്നും മനസ്സിലാക്കിയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് റൂൾ 83 ഓഫ് ദ KCS റൂൾസ് 1969 സ്പെസിഫൈഡ് അബൌട്ട്. അപ്പം റൂള് 83 എന്താണ് റൂൾ 83 പറയുന്നത്? ഓപ്ഷൻ എ പറഞ്ഞു ഡെലിവറി ഓഫ് പൊസഷൻ, അല്ലേ, പൊസഷൻ ഡെലിവറി ചെയ്യുക. ഓപ്ഷൻ ബിയിൽ പറയാണ് സെയിൽ ഓഫ് ഇമ്മോൾ പ്രോപ്പർട്ടി ടു ബി പ്രപ്പോർഷൻ ടു ദ എമൗണ്ട് ഡ്യൂ. സിയിൽ പറയാണ് അപ്ലിക്കേഷൻ ടു സെറ്റ് aside sale on the ground of irregularity or fraud. ഓപ്ഷൻ ഡിയിൽ പറഞ്ഞു അപ്ലിക്കേഷൻ ടു സെറ്റ് aside sale on deposit. ഏതാണ് ഇവിടെ ആൻസർ വരുന്നത്? റൂൾ 83 നോക്കിയാലോ. ഓക്കെ, ഏത് റൂളാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ റൂൾ 83 എന്താണ് പറയുന്നത്? കാരണം ഇത് വരുന്നത് ഈ ഒരു ചാപ്റ്റർ, ഓക്കെ, ചാപ്റ്റർ 11 റൂളിന്റെ ചാപ്റ്റർ 11 എക്സിക്യൂഷൻ ഫോർ ഡിസിഷൻ, അവാർഡ് ആൻഡ് ഓർഡർ. ഈ വിധിയും തീരുമാനങ്ങളും അല്ലെങ്കിൽ എന്താണ് ഉത്തരവുകളൊക്കെ എക്സിക്യൂട്ട് നടപ്പാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട റൂൾസ് ആണ്. റൂള് 71 മുതൽ റൂള് 94 വരെ. നമ്മൾ നമ്മുടെ ക്ലാസ്സൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് ഓരോ റൂളുകളും, പ്രത്യേകിച്ച് ഈ ഒരു വിഭാഗം വരുന്നത് കേട്ടോ. 71 മുതൽ 94 വരെയുള്ള റൂള് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ആപ്ലിക്കേഷൻ ടു സെറ്റ് അസൈഡ് സെയിൽ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് ഇറഗുലാരിറ്റി ഓർ ഫ്രോഡ്. വിശദമായിട്ട് നമ്മൾ ഇതിന്റെ ക്ലാസ്സസ് ഒക്കെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. വിശദമായിട്ട് നമ്മൾ ഇതിന്റെ ക്ലാസ്സസ് ഒക്കെ എടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പറയാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കും, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതിലേക്ക് പോകുന്നില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുകയാണ്. The rank of officers to be appointed for the election of managing committee of state cooperative union shall be decided by the dash in consultation with the dash. അപ്പം എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? അപ്പോൾ ആരുടെ ഇലക്ഷനാണ്? ഈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ മാനേജിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ പറയുന്നത്, അല്ലേ? നമുക്ക് നോക്കാം എന്താണെന്ന് അർത്ഥമാക്കുന്നത്. ഇത് പറയുന്നത് എവിടെയാണ്? റൂള് 129 അല്ലേ? റൂള് എവിടെയാണ് പറയുന്നത് മക്കളെ? എടാ റൂള് 129 പറയുന്നുണ്ടോ? റൂള് 129 എലക്ഷൻ ഓഫ് മെമ്പേഴ്സുമായി ബന്ധപ്പെട്ടൊക്കെ പറയുന്നതാണ് കേട്ടോ. ഓക്കെ, റൂള് 129 പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം യൂണിയനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ, യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പം ഇത് എന്തിൻ്റെ ആണെങ്കിലും റൂൾ 229 CCUവിൻ്റെ പറയുന്നുണ്ട്, അതുപോലെ തന്നെ SSCUവിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് വളരെ വിശദമായിട്ട് നോക്കാം കേട്ടോ. ഇവിടെ മനസ്സിലാണ് റൂൾ 129 മനസ്സിലാക്കുക. അതുപോലെ തന്നെ എന്താണെന്ന്, കാരണം റൂൾ 129 CCUവിൻ്റെയാണ് പറയുന്നത്, രണ്ടും വലിയ വ്യത്യാസമില്ല, കാരണം പ്രൊസീജിയർ സെയിം തന്നെയാണ്. അതുപോലെ റൂള് 154 ഈ 2 റൂൾസ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ. റൂൾ 129 അതെ, റൂള് 154 കേട്ടോ. ഇവിടെ രണ്ടിനും, ഇവിടെ CCUവിൻ്റെ കാര്യം പറയുന്നു, ഇവിടെ SSCUവിൻ്റെ കണ്ടക്ട് ഓഫ് ഇലക്ഷൻ പറയുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്താണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ രണ്ടിനും സെയിം തന്നെയാണ് ഇവിടെ വരുന്നത് കേട്ടോ ആൻസർ. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ CCUവിൻ്റെ ഇലക്ഷൻ ആണെങ്കിലും അതുപോലെ തന്നെ SSCUവിൻ്റെ ഇലക്ഷൻ ആണെങ്കിലും രണ്ടും സെയിം തന്നെയാണ് വരുന്നത് ഓർത്ത് വെച്ചാൽ കേട്ടോ. എന്താണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ് ഗവൺമെന്റുമായിട്ട് കൺസൾട്ട് ചെയ്യണം. കാരണം ഈ ഇലക്ഷൻ മാനേജിംഗ് കമ്മിറ്റി, ഇപ്പോൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഒക്കെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട മാനേജിംഗ് കമ്മിറ്റിയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ഓഫീസേഴ്സിന്റെ റാങ്ക് ആരാണ് തീരുമാനിക്കുക എന്ന് ചോദിച്ചാൽ അത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ് തീരുമാനിക്കുന്നത്. ഗവൺമെന്റുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷമാണെന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. കാരണം ഈ രണ്ടിടത്തും ഓർത്ത് വെച്ചേക്കുക. CCUയിലും ഇങ്ങനെ തന്നെയാണ്, SSCUയിലും ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ 2 റൂൾസും ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. 2 റൂളും നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക, വളരെ പ്രധാനപ്പെട്ടാണ്. റൂൾ 129 CCU, റൂൾ 154 ഈ സെയിം സംഭവം SSCUവിൻ്റെ പറയുന്നത് എന്നോർത്ത് വെച്ചേക്കുക. ഓക്കെ, ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത നല്ല ക്വസ്റ്റ്യൻ ആണ്. ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് ഇഫ് എനി അൺഡിസ്ചാർജ്ഡ് ലയബിലിറ്റി റിമെയിൻസ് ദാറ്റ് എമൗണ്ട് മേ ബി ഇൻവെസ്റ്റഡ് ഇൻ ദ ഫിനാൻസിംഗ് ബാങ്ക് ഫോർ ഡാഷ് ഇയേഴ്സ്. ആഫ്റ്റർ ദാറ്റ് ഇഫ് ദ amount remains unpaid, registrar his own motion or on the application of the liquidator pass an order to transfer that amount to the dash. അപ്പോൾ നമ്മൾ ഈ വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് അല്ലെ, വൈൻഡിങ് അപ്പ് സംഘത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുക, വൈൻഡിങ് അപ്പ് ചെയ്യുക എന്ന് പറയും. അപ്പോൾ ഈ വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ എന്താണ് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്? എന്താണ് അർത്ഥമാക്കുക? കാരണം ഒരു ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ, ഒരു വൈൻഡിങ് അപ്പ് ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യും. എന്നാൽ ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ലിക്വിഡേറ്റർ ചെയ്യുന്നത് എന്താണ്? സംഘത്തിന് കിട്ടാനുള്ളതെല്ലാം മേടിച്ചെടുക്കും, സംഘം കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു തീർക്കും.
അപ്പോൾ ഈ വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് അല്ലെങ്കിൽ ഈ നടപടിക്രമങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം എന്തെങ്കിലും അൺഡിസ്ചാർജ് ലയബിലിറ്റി ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ആർക്കെങ്കിലും പണം കൊടുക്കാനുണ്ടെങ്കിൽ, സംഘം ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ട്, നമുക്കിപ്പോൾ ആ വ്യക്തിയെ കണ്ടെത്താൻ പറ്റുന്നില്ല. ഇപ്പോൾ സംഘത്തിൽ ഒരാൾ ഡെപ്പോസിറ്റ് ചെയ്തതോ അല്ലെങ്കിൽ സംഘത്തിൽ എന്താ പറയുക ഷെയർ ആയിട്ടുള്ളതോ നമുക്ക് ആളെ കണ്ടെത്താൻ പറ്റുന്നില്ല. ഇത് കൊടുക്കാൻ ആ ആളെ കണ്ടെത്താൻ പറ്റുന്നില്ല. അതിനെയാണ് നമ്മൾ അൺഡിസ്ചാർജ് ലയബിലിറ്റി എന്ന് പറയുക. ശരിയല്ലേ? എന്താണ് അൺഡിസ്ചാർജ്? അതായത് കൊടുത്തു തീർക്കാൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, ആളെ അറിയത്തില്ല എവിടെയാണ്, ആ വ്യക്തി എവിടെയാണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ പൈസ ഫിനാൻസിങ് ബാങ്ക് ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, ഒരു നിശ്ചിത കാലയളവിലേക്ക് നമ്മൾ ഫിനാൻസിങ് ബാങ്കിലേക്ക് ഇത് ഇൻവെസ്റ്റ് ചെയ്യും. ആ നിശ്ചിത കാലാവധി കഴിഞ്ഞു, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയാം ആൻസറിലേക്ക് വരികയാണ്, ആ കാലാവധി കഴിഞ്ഞ് എന്ത് ചെയ്യും? കാരണം നമ്മൾ എത്ര വർഷം നോക്കും, ആൾ വരുന്നുണ്ടെങ്കിൽ എടുത്തു കൊടുക്കും. ഇനി ആ നിശ്ചിത കാലാവധി കഴിഞ്ഞ് ആ ആൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് വേറൊരു ഫണ്ടിലേക്ക് ഇത് മാറ്റും. ഓക്കെ, ആ ഫണ്ട് നമ്മൾ എങ്ങോട്ട് മാറ്റും എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ പറയുകയാണ് സംഘത്തിന്റെ വൈൻഡിങ് അപ്പ് കഴിഞ്ഞു, പക്ഷെ കുറച്ച് അൺഡിസ്ചാർജ് ലയബിലിറ്റി കൊടുത്തു തീർക്കാനുള്ള ഫണ്ട് ഉണ്ടെങ്കിൽ, അല്ലേ, കൊടുക്കാനുണ്ട്, നമുക്ക് കൊടുത്തു തീർക്കാൻ ഫണ്ടുണ്ട്, അത് ഫണ്ട് നമ്മുടെ ഉണ്ട്, നമുക്ക് അറിയത്തില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അവിടെ ഒരു നിക്ഷേപം ഉണ്ട്, ഡെപ്പോസിറ്റർ ഉണ്ടായിരുന്നു വിചാരിക്കുക. ഓക്കെ, ഒരു ഡെപ്പോസിറ്ററിന്റെ പേര് രാജേഷ് എന്ന് വിചാരിച്ചു. ഒരു ഡെപ്പോസിറ്റർ ഉണ്ട്. അപ്പോൾ ഈ പുള്ളിക്ക് 2 ലക്ഷം രൂപ അക്കൗണ്ടിൽ കിടപ്പുണ്ട്, പക്ഷെ നമുക്ക് കൊടുത്തു തീർക്കാൻ പറ്റുന്നില്ല, അല്ലേ? കൊടുത്തു തീർക്കാൻ ഈ ആളെ അറിയത്തില്ല, ഈ വ്യക്തി ഇപ്പം ഇവിടെ നമുക്ക് അറിയത്തില്ല. ആളെ കണ്ടെത്തി കൊടുത്തു തീർക്കണം, കിട്ടാളെല്ലാം മേടിക്കും, കൊടുക്കാളെല്ലാം കൊടുത്തു തീർക്കും. നമുക്ക് ഈ ആളെ അറിയത്തില്ല, അത് അദ്ദേഹം ഇപ്പം എവിടെയാണെന്ന് നമുക്ക് അറിയത്തില്ലെങ്കിൽ നമ്മൾ ഈ പൈസ എത്ര വർഷത്തേക്കായിരിക്കും ഫിനാൻസ് ബാങ്കിലേക്ക് ഇടുക? 2 വർഷത്തേക്ക് നമ്മൾ ഈ പണം ഫിനാൻസിങ് ബാങ്കിലേക്ക് ഇടും. 2 വർഷത്തേക്ക് ഇടും. ഓക്കെ, അങ്ങനെ കൊടുത്തു തീർക്കാനുള്ള പൈസ അല്ല. നമ്മൾ ആർക്കൊക്കെ എന്തിനും കൊടുത്തു തീർക്കാനുണ്ട്, നമുക്ക് ആൾക്കാരെ അറിയത്തില്ല, കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ഈ ഫണ്ടൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ ഫിനാൻസിങ് ബാങ്കിൽ ഇടും 2 വർഷത്തേക്ക്. ഇനി ഈ 2 വർഷം കഴിഞ്ഞും 2 വർഷം വരെ നമ്മൾ നോക്കും, ആൾ വരുമെങ്കിൽ കൊടുക്കും. 2 വർഷമായിട്ടും ആരും വരുന്നില്ല എന്നുണ്ടെങ്കിൽ പറയുകയാണ് രജിസ്ട്രാർ സ്വമേധയായോ അല്ലെങ്കിൽ ലിക്വിഡേറ്ററിന്റെ അപേക്ഷയിന്മേലോ എന്ത് ചെയ്യും? ഒരു ഓർഡർ പാസ്സാക്കിക്കൊണ്ട് ആ തുകയെ, കൊടുക്കുക അൺഡിസ്ചാർജ് ലയബിലിറ്റി എന്ത് ചെയ്യും? കോമൺ ലിക്വിഡേഷൻ ഫണ്ടിലേക്ക് ഭാഗം മാറ്റും. കേട്ടോ, കോമൺ ലിക്വിഡേഷൻ ഫണ്ടിലേക്ക് ഭാഗം മാറ്റും. 2 വർഷം വരെ നമ്മൾ സൂക്ഷിച്ചു വെക്കും ഫിനാൻസിങ് ബാങ്കിൽ. 2 വർഷമായിട്ടും വരുന്നില്ല എന്നുണ്ടെങ്കിൽ കോമൺ ലിക്വിഡേഷൻ ഫണ്ടിലേക്ക് ഭാഗം മാറ്റും എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതും അടിപൊളി ക്വസ്റ്റ്യൻ, ഒരു പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റീസൺ ഫോർ ഇൻക്വയറി അണ്ടർ സെക്ഷൻ 65 ഓഫ് ദി KCS ആക്ട്? ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. KCS ആക്ടിലെ സെക്ഷൻ 65 നമ്മൾ എന്തിനെക്കുറിച്ച് ഡീൽ ചെയ്യുന്നത്, അല്ല ഡിസ്കസ് ചെയ്യുന്നത്? ഇൻക്വയറിയെ കുറിച്ച്, അല്ലേ? എന്താണ് ഇൻക്വയറി എന്ന് പറഞ്ഞാൽ? സൂക്ഷ്മ പരിശോധനയെന്നോ അല്ലെങ്കിൽ ഫോർമൽ ഇൻവെസ്റ്റിഗേഷൻ എന്നോ ഒക്കെ നമുക്ക് പറയാം, അല്ലേ? ഫോർമൽ ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ താഴെ പറയുന്നതിൽ എൻക്വയറിക്ക് കാരണമല്ലാത്ത വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റീസൺ ഫോർ ഇൻക്വയറി അണ്ടർ സെക്ഷൻ 65. സെക്ഷൻ 65 പ്രകാരമുള്ള ഇൻക്വയറിക്ക് കാരണമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ പറയുന്നു റിപ്പോർട്ട് ഓഫ് ദ DCA. അതായത് നമ്മൾ DCAയുടെ റിപ്പോർട്ടിന്മേൽ ഇൻക്വയറി ഓർഡർ ഇടുമോ എന്നാണ്, ഇൻക്വയറി ഓർഡർ ഇടുമോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത് പറയാണ് ആൻ ആപ്ലിക്കേഷൻ മെയ്ഡ് ബൈ മജോറിറ്റി കമ്മിറ്റി മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി. സംഘത്തിലെ മജോറിറ്റി വരുന്ന കമ്മിറ്റി അംഗങ്ങൾ ഒരു അപേക്ഷ നൽകുകയാണ് സംഘത്തിലെ ഇൻക്വയറി നടത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇൻക്വയറി നടത്തുമോ ഇല്ലയോ? ഓപ്ഷൻ സിയിൽ പറയാണ് എ റിപ്പോർട്ട് ഓഫ് ദ വിജിലൻസ് ഓഫീസർ അപ്പോയിന്റഡ് അണ്ടർ സെക്ഷൻ 68A ഓഫ് ദ KCS ആക്ട്. സെക്ഷൻ 68A പ്രകാരം അപ്പോയിന്റ് ചെയ്തിട്ടുള്ള വിജിലൻസ് ഓഫീസറിന്റെ റിപ്പോർട്ടിന്മേൽ അവിടെ എൻക്വയറി നടത്തുമോ? ഓപ്ഷൻ ഡി പറയാണ് ആൻ ആപ്ലിക്കേഷൻ മെയ്ഡ് ബൈ ഫിനാൻസിംഗ് ബാങ്ക് ഓഫ് സച്ച് എ സൊസൈറ്റി. ആ സംഘത്തിന്റെ ഫിനാൻസിംഗ് ബാങ്കിന്റെ അപേക്ഷയിന്മേൽ നമ്മൾ ഇൻക്വയറി നടത്തുമോ? അപ്പൊ ഇതില് എന്താണ്, ഒരെണ്ണം കാരണമല്ല, അതായത് ഏതോ ഒരു എന്താ പറയുക റിപ്പോർട്ടിന്മേലോ അല്ലെങ്കിൽ അപേക്ഷയിന്മേലോ നമ്മൾ ഇൻക്വയറി നടത്തില്ല. അതേതാ ആൻസർ വരിക? നമ്മൾ ഓർത്ത് വെച്ചേക്കുക, വിജിലൻസ് ഓഫീസറിന്റെ റിപ്പോർട്ടിന്മേൽ സെക്ഷൻ 68A പ്രകാരം അപ്പോയിന്റ് ചെയ്തിട്ടുള്ള വിജിലൻസ് ഓഫീസറിന്റെ റിപ്പോർട്ടിന്മേൽ സംഘത്തിൽ ഇൻക്വയറി നടത്തില്ലെന്ന് ഓർത്ത് വെച്ചേക്കുക. കേട്ടോ, വിജിലൻസ് ഓഫീസറിന്റെ റിപ്പോർട്ടിന്മേൽ സംഘത്തിൽ ഇൻക്വയറി നടത്തില്ല. DCA ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് DCAയുടെ റിപ്പോർട്ടിന്മേൽ ഇൻക്വയറി നടത്തും. സംഘത്തിന്റെ മജോറിറ്റി ഓഫ് കമ്മിറ്റി മെമ്പേഴ്സ് അപേക്ഷ നൽകിയ ഇൻക്വയറി നടത്തും. പിന്നെ ഫിനാൻസിംഗ് ബാങ്ക് നമുക്ക് അപേക്ഷ നമ്മൾ ഇൻക്വയറി നടത്തും. എന്നാൽ ഓർത്ത് വെച്ചേക്കുക, 68A പ്രകാരം അപ്പോയിന്റ് ചെയ്തിട്ടുള്ള വിജിലൻസ് ഓഫീസിന്റെ റിപ്പോർട്ടിന്മേൽ നമ്മൾ എന്ത് ചെയ്യാറില്ല, ഇൻക്വയറി നടത്താറില്ല. കേട്ടോ, ക്ലിയർ അല്ലേ? അടുത്ത പറയുകയാണ്
The election fees to be remitted by Circle Cooperative Union for the election of committee members of Circle Cooperative Union. അപ്പോൾ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയന്റെ കമ്മിറ്റിയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എത്ര രൂപയാണ് നമ്മൾ അവിടെ ഇലക്ഷൻ ഫീ അടയ്ക്കേണ്ടത്, അല്ലെ? ദ ഇലക്ഷൻ ഫീസ് ടു ബി റിമിറ്റഡ് ബൈ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. എന്തുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ ഓഫ് കമ്മിറ്റി മെമ്പേഴ്സ്. ഇപ്പോൾ സി സി യുവിൻ്റെ കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സി സി യു എത്ര രൂപയാണ് ഇലക്ഷൻ ഫീസ് റെമിറ്റ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എയിൽ പറയുന്നു 5000 രൂപ, ഓപ്ഷൻ ബിയിൽ പറയുന്നു 3000 രൂപ, ഓപ്ഷൻ സിയിൽ പറയുന്നു 1500, ഓപ്ഷൻ ഡിയിൽ പറയുകയാണ് അവിടെ ഫീസ് ഒന്നും കെട്ടിവെക്കണ്ട. നമുക്ക് നോക്കാമല്ലോ എത്രയാണെന്ന്. എടേ അപ്പോൾ എത്ര ഫീസ് എടുക്കണം? 5000 ആണോ 3000 ആണോ 1500 ആണോ? അത് ഫീസൊന്നുമില്ല. എത്ര ആൻസർ വരിക? 1500 ആണ് കേട്ടോ. 1500. എവിടെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? റൂള് 35E പറഞ്ഞത് കേട്ടോ. റൂള് 35E പറയുന്നത് പ്രൊസീജിയർ ഫോർ പേയ്മെന്റ് ഓഫ് ഫീ കേട്ടോ. പ്രൊസീജിയർ ഫോർ പേയ്മെന്റ് ഓഫ് ഫീ എന്ന് ഓർത്ത് വെച്ചേക്കുക. പ്രൊസീജിയർ ഫോർ പേയ്മെന്റ് ഓഫ് ഫീ ₹1500 എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. ഇപ്പം പറയണം അപ്പെക്സ് സംഘമോ അല്ലെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണെങ്കിൽ എത്രയാണ്? 7500 എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എത്രയാണ് നമുക്ക് നോക്കാം. സി സി യു വെറും 1500 രൂപ അടച്ചാൽ മതി കേട്ടോ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് റൂൾ 50A ഓഫ് ദി KCS റൂൾസ് 1969 സ്പെസിഫൈഡ് അബൌട്ട്. നമ്മൾ പരീക്ഷയുടെ തലേ ദിവസം ഇവിടെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓപ്ഷൻ എ പറയുന്നു ഹാൻഡിങ് ഓവർ ചാർജ് ഇൻ ദ ആബ്സെൻസ് ഓഫ് പ്രസിഡന്റ് ഓർ വൈസ് പ്രസിഡന്റ്. ഇപ്പോൾ പ്രസിഡന്റിന്റെയോ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റിന്റെയോ ആബ്സെൻസിൽ ആർക്കാണ് ചാർജ് കൈമാറുന്നത്? ഓപ്ഷൻ ബി പറയുന്നത് ട്രെയിനിങ് പ്രോഗ്രാം. ഓപ്ഷൻ സി പറയുന്നത് വാല്യുവേഷൻ ഓഫ് ഇമ്മോൾ പ്രോപ്പർട്ടി. ഓപ്ഷൻ ഡി പറയുന്നത് പ്രൊസീജിയർ ഫോർ റെക്കോർഡിംഗ് ദ മിനിറ്റ്സ് ഓഫ് എ കോപ്പറേറ്റീവ്. ഏതാണ് ആൻസർ വരിക? ട്രെയിനിങ് പ്രോഗ്രാം ആണല്ലേ. ട്രെയിനിങ് പ്രോഗ്രാമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള, ഒരുപാട് തവണ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ. ട്രെയിനിങ് പ്രോഗ്രാം ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. അടുത്തത് നല്ല ഓഡിറ്റിന്റെ ഭാഗത്തു നിന്നുള്ള നല്ല ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാസ് ടു പ്രിപ്പയർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വിതിൻ ഡാഷ് ഫ്രം ദ ക്ലോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ സാമ്പത്തിക വർഷം അവസാനിച്ച് എത്ര നാളുകൾക്കുള്ളിലായിട്ട് നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവ് അല്ലേ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം? അപ്പോൾ അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത്. വിതിൻ അല്ലെ എത്ര നാളുകൾക്കായിട്ട്. പിന്നെ പറയാണ് ആൻഡ് സബ്മിറ്റ് ബിഫോർ ദ മാനേജിങ് കമ്മിറ്റി. അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഡിറ്റിന് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളൊക്കെ സെറ്റാക്കും അല്ലേ. സെറ്റാക്കിയിട്ട് ആർക്ക് സമർപ്പിക്കും? മാനേജിങ് കമ്മിറ്റിക്ക് സമർപ്പിക്കും. ഇതിലെന്ത് ചെയ്യുന്ന പറയുന്നത്? ആൻഡ് ദ മാനേജിങ് കമ്മിറ്റി ഹാസ് ടു സബ്മിറ്റ് ഇറ്റ് ടു ദ ഓഡിറ്റേഴ്സ്. മാനേജിങ് കമ്മിറ്റി അത് ഓഡിറ്റേഴ്സിന് നൽകണം. എത്ര ദിവസം മുൻപാണ് അല്ലെങ്കിൽ എത്ര ദിവസത്തിനുള്ളിലാണ്? വിതിൻ ഡാഷ് മന്ത് ഫ്രം ദ ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് ദ സെയിം. ഓക്കെ. ഇവരോട് പറയുകയാണ് നമ്മുടെ സാമ്പത്തിക വർഷം അവസാനിച്ച് എത്ര നാളുകൾക്കാകുമായിട്ടാണ് നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഡിറ്റിന് ആവശ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ സെറ്റ് ചെയ്യുക എന്ന് ചോദിച്ചാൽ ഓർത്ത് വെച്ചേക്കുക 1 മാസം കേട്ടോ. 1 മാസത്തിനായിട്ട് ചീഫ് എക്സിക്യൂട്ടീവ് ഓഡിറ്റിന് ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ സെറ്റ് ചെയ്ത് മാനേജിങ് കമ്മിറ്റിക്ക് നൽകണം. മാനേജിങ് കമ്മിറ്റിക്ക് ഇങ്ങനെ ഈ ചീഫ് എക്സിക്യൂട്ടീവിന്റെ കയ്യിൽ നിന്ന് ഈ സ്റ്റേറ്റ്മെന്റുകളും ഓക്കെ റിട്ടേൺസ് കിട്ടിക്കഴിഞ്ഞാൽ മാനേജിങ് കമ്മിറ്റി അതിന്റെ ആക്യുറസി, അതിന്റെ കൃത്യത ചെക്ക് ചെയ്യണം. കൃത്യത ചെക്ക് ചെയ്തിട്ട് അത് ഓഡിറ്ററിന് കൈമാറണം എന്നാണ് പറയുക. അപ്പോൾ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ പാർട്ട് പറഞ്ഞത് മാനേജിങ് കമ്മിറ്റി എത്ര നാളുകൾക്കാകുമായിട്ട്, അതായത് നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവ് ചീഫ് എക്സിക്യൂട്ടീവ് ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് വിതിൻ 1 മന്ത് 1 മാസത്തിനാകുമായിട്ട് എന്ത് ചെയ്യണോടാ ആ ചീഫ് എക്സിക്യൂട്ടീവ് ഈ സംഗതികളൊക്കെ സെറ്റ് ചെയ്യണം അല്ലേ. സംഗതികളൊക്കെ സെറ്റ് ചെയ്ത് മാനേജിങ് കമ്മിറ്റിക്ക് നൽകണം. മാനേജിങ് കമ്മിറ്റി എന്ത് ചെയ്യണം? 15 ദിവസമായിട്ട് ഇതിന്റെ കൃത്യതകളൊക്കെ നോക്കിയിട്ട് അല്ലെ ഇതിൽ ആക്യുറേറ്റ് ആണെന്ന് നോക്കിയിട്ട് ഓഡിറ്റർക്ക് കൈമാറണം എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ എത്രയാണ്? 15 ആൻസർ വരിക കേട്ടോ. അതൊന്ന് മനസ്സിലാക്കുക. 1 മാസത്തിനാകുമ്പോൾ ചീഫ് എക്സിക്യൂട്ടീവ് എല്ലാം സെറ്റ് ചെയ്ത് മാനേജിംഗ് കമ്മിറ്റിക്ക് കൊടുക്കണം. മാനേജിംഗ് കമ്മിറ്റിയുടെ അത് കിട്ടിക്കഴിഞ്ഞാൽ മാനേജിംഗ് കമ്മിറ്റി 15 ദിവസം കൊണ്ട് ഇതിന്റെ കൃത്യതയൊക്കെ നോക്കിയിട്ട് അത് ഓഡിറ്റർക്ക് കൊടുക്കണം എന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ഓഫ് ദ KCS Act 1969 deals with eligibility conditions to be continued to be an active member of an ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ നമ്മുടെ KCS ആക്ടിൽ ഏത് സെക്ഷനാണ് പറയുന്നത്? നമ്മളൊരു ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ ആക്റ്റീവ് മെമ്പർ ആയിട്ട് തുടരാനുള്ള എലിജിബിലിറ്റി കണ്ടീഷൻ അത് പറയുന്നത് ഏത് സെക്ഷനിൽ നിന്നാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ പറയുന്നു സെക്ഷൻ 16A, ഓപ്ഷൻ ബിയിൽ പറയുന്നു സെക്ഷൻ 16B, ഓപ്ഷൻ സിയിൽ പറയുന്നു സെക്ഷൻ 28AB ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറയുന്നു സെക്ഷൻ
19B. അപ്പോൾ എവിടെയാണ് മക്കളെ ഇതിനെക്കുറിച്ച് പറയുന്നത്? എവിടെയാണ് പറയുന്നത്? 16B-യിലാണ് പറയുന്നത് അല്ലേ? എലിജിബിലിറ്റി കണ്ടീഷൻ ടു കണ്ടിന്യൂ ടു ബി ആൻ ആക്റ്റീവ് മെമ്പർ ഓഫ് ആൻ ആപ്കോസ് എന്നോർത്ത് വെച്ച് കേട്ടോ. സെക്ഷൻ 16B-യിലാണ് അതിൻ്റെ കണ്ടീഷൻസിനെ കുറിച്ച് പറയുന്നത് എന്നോർത്ത് വെച്ചേക്കുക. ഓക്കെ, അടുത്തത് നല്ല ക്വസ്റ്റ്യൻ. നമ്മളൊരു ഇതൊക്കെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. എനിക്കിത് കാണുമ്പോൾ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നടത്തിയിട്ടുള്ള ഫ്രീ ക്ലാസ്സസിലൊക്കെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. പറയുന്നത് വിച്ച് സെക്ഷൻ ഓഫ് ദ KCS ആക്ട് ഡീൽസ് വിത്ത് കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം. കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീമുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏതാണ്, അല്ലെങ്കിൽ ഏത് വകുപ്പിനാണ് കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് പറയുന്നത് അല്ലേ? ഓപ്ഷൻ എയിൽ പറയുന്നു സെക്ഷൻ 57A, ഓപ്ഷൻ ബിയിൽ പറയുന്നു സെക്ഷൻ 57E, ഓപ്ഷൻ സിയിൽ പറയുന്നു സെക്ഷൻ 58 ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറയുന്നു സെക്ഷൻ 59B എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഏതാണ് അതിൻ്റെ ആൻസർ വരുന്നത്? സെക്ഷൻ 57E-ലാണ് അതിൻ്റെ ആൻസർ വരുന്നത് അല്ലേ? സെക്ഷൻ 57E-ലാണ്. സെക്ഷൻ 57A എന്തിനെക്കുറിച്ച് പറയുന്നു? കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് ആണോ? സെക്ഷൻ 57B എന്തിനെക്കുറിച്ച് പറയുന്നു? ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം. ഈ സെക്ഷൻ 57C എന്തിനെക്കുറിച്ച് പറയുന്നു? കൺസോർഷ്യൽ ലെൻഡിംഗ് സ്കീം. അടുത്തത് സെക്ഷൻ 57D എന്തിനെക്കുറിച്ച് പറയുന്നു? കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട്. സോ ദെൻ സെക്ഷൻ 57E എന്തിനെക്കുറിച്ച് പറയുന്നു? കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ. അടുത്തത് നോക്കാം. The maximum and minimum limit of establishment expenses, including the pay and allowances of employees of a cooperative society, shall be fixed by. അതായത് നമ്മുടെ മിനിമം മാക്സിമം, നമ്മുടെ സംഘത്തിന്റെ മാക്സിമം എത്ര, മിനിമം ലിമിറ്റ് എത്ര, എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസുകളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, അതായത് നമ്മുടെ ജീവനക്കാർക്ക് നൽകുന്ന ശമ്പളവും മറ്റ് അലവൻസുകളൊക്കെ ഉൾപ്പെടെയുള്ള ഒരു സംഘത്തിന്റെ മാക്സിമം അത് മിനിമം എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസ് എത്രയാണെന്ന് ഫിക്സ് ചെയ്യുന്ന ആരാണ്, തീരുമാനിക്കുന്ന ആരാണ്? ഓപ്ഷൻ എയിൽ പറയുന്നു മാനേജിംഗ് കമ്മിറ്റി ഓഫ് ദാറ്റ് സൊസൈറ്റി, ഓപ്ഷൻ ബിയിൽ പറയുന്നു രജിസ്ട്രാർ, ഓപ്ഷൻ സിയിൽ പറയുന്നു ഗവൺമെന്റ്, ഓപ്ഷൻ ഡിയിൽ പറയുന്നു ഗവൺമെന്റിനോ രജിസ്ട്രാറിനോ ഫിക്സ് ചെയ്യാം. ഏതാണ് ആൻസർ ആയിട്ട് വരിക? ഗവൺമെന്റ് ആണ് കേട്ടോ. എസ്റ്റാബ്ലിഷ്മെന്റ് എത്രയാണ്, സംഘത്തിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസ് എത്രയാണ്, ജീവനക്കാരുടെ ശമ്പളം എത്രയാണ്, അല്ലെങ്കിൽ അവരുടെ അലവൻസ് എത്രയാണ്, അതൊക്കെ ഉൾപ്പെടെയുള്ള ആ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസ് എത്രയാണെന്ന് തീരുമാനിക്കുന്നത് ഗവൺമെന്റ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സെക്ഷൻ 59A അല്ലെങ്കിൽ സെക്ഷൻ 59A ഓഫ് ദ KCS ആക്ട് 1969 സ്പെസിഫൈഡ് അബൌട്ട്. ഇപ്പോൾ സെക്ഷൻ 59A എന്നതിനെ കുറിച്ച് പറയുന്നു. ഓപ്ഷൻ എയിൽ പറയുന്നു റെസ്ട്രിക്ഷൻസ് ഓഫ് ലോൺ, നമ്മൾ ലോൺ നൽകുന്നതിലുള്ള റെസ്ട്രിക്ഷൻ. ഓപ്ഷൻ ബി പറയുന്നു വാലുവേഷൻ ഓഫ് പ്രോപ്പർട്ടി, ലോണൊക്കെ അപേക്ഷിച്ച് കഴിയുമ്പോൾ നമ്മൾ ആ പ്രോപ്പർട്ടി വാലുവേഷൻ ചെയ്യണം അല്ലേ? ഓപ്ഷൻ സിയിൽ പറയുന്നു പർച്ചേസ് ഓഫ് മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ബൈ ദ സൊസൈറ്റി. ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറയുന്നു ട്രാൻസാക്ഷൻ വിത്ത് നോൺ മെമ്പേഴ്സ് അല്ലെ? നോൺ മെമ്പേഴ്സുമായിട്ടുള്ള ഇടപാട് എങ്ങനെയായിരിക്കണം? ഏതാണ് ആൻസർ വരിക? വാലുവേഷൻ ഓഫ് പ്രോപ്പർട്ടി ആണ് കേട്ടോ. ഓക്കെ, നമ്മുടെ സംഘത്തിൽ ഇപ്പോൾ ഒരാൾ ലോൺ വെച്ച് കഴിഞ്ഞാൽ നമ്മളത് വാല്യൂ ചെയ്യാൻ പോകും. രണ്ട് രീതി തരംതിരിക്കുന്നുണ്ട്. 10 ലക്ഷത്തിൻ്റെ ഉള്ളിലുള്ള ലോണും 10ൽ കൂടുതലുള്ള ലോണും. ഇതൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് എല്ലാത്തിനും വിശദമായിട്ട് പോകുന്നത് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഇപ്പോൾ വാലുവേഷൻ ഓഫ് പ്രോപ്പർട്ടി ആണ് സെക്ഷൻ 59A പറയുന്നത് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, നല്ലത് അതായിരുന്നല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റീസൺ ഫോർ സൂപ്പർസെഷൻ അണ്ടർ സെക്ഷൻ 32? ഇപ്പോൾ ഒരു കമ്മിറ്റി സെക്ഷൻ 32 എന്ന് പറയുന്ന സൂപ്പർ സെഷൻ ഓഫ് കമ്മിറ്റിയെ പിരിച്ചു വിടുന്നതുമായി ബന്ധപ്പെട്ടതാണ് സെക്ഷൻ 32 പറയുന്നത്. അപ്പോൾ താഴെ പറയാണ് ഒരു സംഘത്തിന്റെ കമ്മിറ്റി ആരാ സൂപ്പർസീഡ് ചെയ്യുക? രജിസ്ട്രാറാണ്. രജിസ്ട്രാറിന്റെ എന്താണ് അധികാരങ്ങളിൽ വരുന്നതാണ് ഈ സൂപ്പർ സെഷന്. അതുപോലെ തന്നെ വൈൻഡിങ് അപ്പിന്റെ കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മൾ പറയുന്നുണ്ട് എന്താണ് ഇൻക്വയറി, ഇൻസ്പെക്ഷൻ, ഇതിനൊക്കെ ഉത്തരവിടുന്ന ആരാണ്? നമ്മുടെ രജിസ്ട്രാറിന്റെ അധികാരങ്ങളെ കുറിച്ച് മാത്രം പറയുന്നത്. ആ ഒരു എന്താ പറയുക, അദ്ദേഹത്തിന്റെ അധികാരത്തിന് അത്രത്തോളം എന്താ പറയുക ഒരു എന്താ പറയുക ആധികാരികതയുള്ള ഒരു ഏരിയ വരുന്നതാണ് അല്ലേ? ഇപ്പോൾ സൂപ്പർ സെഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു രജിസ്ട്രേഷൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ എന്താണ് പറയുക ഇൻക്വയറി ആയിക്കോട്ടെ, വൈൻഡിങ് അപ്പ് ആയിക്കോട്ടെ. ഇവിടെ പറയുകയാണ് താഴെ പറയുന്നതിൽ ഒരു സംഘത്തിന്റെ കമ്മിറ്റിയെ പിരിച്ചു വിടുന്നതിന് കാരണമല്ലാത്തത് എന്താണെന്നാണ് ചോദ്യം. കാരണം ഏതാണെന്നല്ല. ഇപ്പോൾ ഈ 4 എണ്ണത്തിൽ 3 എണ്ണം കാരണമാണ്, ഒരെണ്ണം പിരിച്ചു വിടാനുള്ള കാരണമല്ല. അപ്പോൾ ഒന്നാമത് പറയാണ് മേക്സ് പേയ്മെന്റ് കോൺട്രാറി ടു ദിസ് ആക്ട് റൂള് ഓർ ബൈലോ. ഈ നിയമത്തിനും ചട്ടത്തിനും അതുപോലെ തന്നെ നിയമാവലി അല്ലേ, ബൈലോ എന്ന് പറയും, അതിനൊക്കെ വിരുദ്ധമായിട്ട് ഒരു പേയ്മെന്റ് നടത്തുകയാണെങ്കിൽ കമ്മിറ്റി എന്ത് ചെയ്യും? പിരിച്ചു വിടുമോ? കമ്മിറ്റി പിരിച്ചു വിടും.
രണ്ടാമത് പറയുകയാണ് അല്ലേ, അത് ഉറപ്പാണ് പിരിച്ചു വിടും. കാരണം നമുക്ക് നിയമപരമല്ലാതെ എന്ത് ചെയ്താലും പിരിച്ചു വിടും. അപ്പോൾ ഇത് ആൻസർ ആയിട്ട് വരത്തില്ല. ഇത് ആൻസർ വരുമോ? ഇല്ല. രണ്ടാമത് വിൽഫുൾ ഡിസോബീഡിയൻസ് ഓഫ് എക്സിക്യൂഷൻ ഓഫ് ഓർഡേഴ്സ് എക്സെട്ര റെഫേർഡ് ടു ഇൻ സെക്ഷൻ 76. അതായത് എന്തെങ്കിലുമൊക്കെ ഒരു ഉത്തരവ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മനഃപൂർവ്വം അത് ചെയ്യാതിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളെ പിരിച്ചുവിടും അല്ലേ. ഇനി വിൽഫുള്ളി ഡിസൊബേഴ്സ് എനി ലോഫുൾ ഓർഡർ ഓഫ് ദ രജിസ്ട്രാർ, രജിസ്ട്രാറിന്റെ ഏതെങ്കിലും നിയമപരമായിട്ടുള്ള ഉത്തരവുകൾ നമ്മൾ അനുസരിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മളെ പിരിച്ചുവിടും. എന്നാൽ ഇവിടെ നോക്കി എ സ്റ്റേറ്റ്മെന്റ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ഫങ്ഷൻസ് ഓഫ് ദ സൊസൈറ്റി, സംഘത്തിന്റെ പ്രവർത്തനങ്ങളോ ഒക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് വരികയാണെങ്കിൽ അവിടെ പിരിച്ചുവിടേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അവിടെ സൂപ്പർസീഡ് ചെയ്യില്ല എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ഒന്നോ രണ്ടോ ചോദ്യം, മാക്സിമം ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ തെറ്റിപ്പോവാം. ബട്ട് ഒരു ചോദ്യങ്ങൾ തെറ്റിപ്പോവാം, മാക്സിമം ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ എല്ലാം ശരിയാവും. കാരണം ബേസിക് ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ഇനി പോകട്ടെ, ഒരു ക്വസ്റ്റ്യനും അങ്ങനെ തെറ്റിപ്പോകാനാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വല്ലതും നമുക്ക് തെറ്റിപ്പോവാം. ബാക്കി എല്ലാത്തിനും നമുക്ക് ഇവിടെ ഉത്തരം ലഭിക്കുന്നതാണ്. ശരിയല്ലേ? അപ്പോൾ വളരെ സിമ്പിളായിരുന്നു. പക്ഷേ ഇനി വരുന്ന പരീക്ഷകൾക്ക് ഇത്ര സിമ്പിളാണെന്ന് പറയാനും പറ്റത്തില്ല കേട്ടോ. ഈ പരീക്ഷയ്ക്ക് സിമ്പിൾ ആയതുകൊണ്ട് ഇനി ഭാവിയിൽ വരാൻ പോകുന്ന ജൂനിയർ ക്ലർക്കിൻ്റെ പരീക്ഷകൾക്കെല്ലാം വളരെ സിമ്പിളായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ഇനി തൊട്ട് നമുക്ക് പരീക്ഷകളുടെ എണ്ണം കൂടുതൽ വരികയാണ്. അപ്പോൾ ശരിക്കൊന്ന് ആത്മാർത്ഥമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതിലെങ്കിലും എന്താണ് നമുക്ക് കയറി പറ്റാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് നല്ല രീതിയിൽ പഠിക്കുക. പിന്നെ ഒരു രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ വന്നതാണ്. ഇപ്പം നമ്മുടെ എൻട്രി അറിയാലോ, നമ്മൾ ഇതിൻ്റെ കോഴ്സസ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്കിവിടെ വമ്പൻ ഓഫറാണ് കേട്ടോ. ഓക്കെ, ഗ്രേറ്റ് ഇന്ത്യൻ ഫ്രീഡം ഫെസ്റ്റ് നടക്കുകയാണ്. സോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന് നല്ല എന്താ പറയുക ഓഫേഴ്സിൽ കോഴ്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പം നമ്മുടെ ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമുക്ക് എന്താണ് നമ്മൾ റെക്കോർഡർ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് അല്ലേ. നമ്മൾ റെക്കോർഡർ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സിലബസ് ബേസ്ഡ് നിലവിലെ പുതിയ സിലബസ് അനുസൃതമായിട്ടുള്ള കംപ്ലീറ്റ് ക്ലാസ്സസ് നമ്മുടെ ആപ്പിലുണ്ട്. അപ്പോൾ എന്താണ് റെക്കോർഡർ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ റെക്കോർഡർ കാണുമ്പോൾ നമുക്ക് ഡൗട്ട്സ് ഒക്കെ വരും. അപ്പം അതുമായി ബന്ധപ്പെട്ട ലൈവ് ക്ലാസ്സസ്, നിങ്ങളുടെ ഡൗട്ട്സുകളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയുള്ള ലൈവ് ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു മെൻറ്ററിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും കേട്ടോ. ഞാൻ റെക്കോർഡർ ക്ലാസ്, ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്കൊരു പേഴ്സണൽ മെൻറ്റർ ഉണ്ടായിരിക്കും നിങ്ങളെ സഹായിക്കാൻ വേണ്ടി. നിങ്ങളുടെ ഡൗട്ട്സുകളൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെൻറ്റർ ഉണ്ടായിരിക്കും. പിന്നെ ഒരുപാട് മോഡൽ എക്സാംസുകളും കണ്ടക്ട് ചെയ്യാറുണ്ട്. നമ്മൾ എത്രത്തോളം പഠിക്കുന്നു എന്നല്ല, പഠിച്ചത് നമ്മൾ പ്രോപ്പറായിട്ട് എക്സാംസ് എഴുതി വേണം നമ്മുടെ ആ ഒരു ലെവൽ അനലൈസ് ചെയ്യാൻ. നമ്മൾ പഠിക്കുന്ന പോലെ ആയിരിക്കണം നല്ല എക്സാം എഴുതുന്നത് കേട്ടോ. കാരണം വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ പഠിക്കുക, അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ, നമ്മൾ കുറച്ച് മോഡൽ എക്സാംസുകളൊക്കെ നമ്മൾ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ അതെല്ലാം കൂടെ അടങ്ങുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജാണ് നമ്മൾ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് കേട്ടോ. ഒരു കോഴ്സ് നമുക്കറിയാം ഇപ്പോൾ നല്ല ഒരു എന്താ പറയുക ഡിസ്കൗണ്ടിലാണ് കോഴ്സ് റൺ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു അവസരം നിങ്ങൾ ഗ്രേറ്റ് ഇന്ത്യൻ ഫ്രീഡം ഫെസ്റ്റ് നടക്കുകയാണ് എൻട്രിയിൽ. നിങ്ങൾ മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്ത് ഈ ഒരു ഡിസ്കൗണ്ടിൽ തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്യുക. നിങ്ങൾ മാക്സിമം നമ്മുടെ കോഴ്സ് യൂട്ടിലൈസ് ചെയ്യുക. നമുക്ക് ക്ലാസ്സുകളിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ പഠിക്കണം. പിന്നെ നമ്മുടെ കോൺടാക്ട് നമ്പറും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എക്സാമുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതാണ് നമ്മുടെ കോൺടാക്ട് നമ്പർ വരുന്നത് 7736122215 കേട്ടോ. നിങ്ങൾ ഈ ഒരു കോൺടാക്ട് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇതിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട എന്ത് സംശയമുണ്ട് നിങ്ങൾ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. പിന്നെ നമ്മൾ താഴെ ഫോംസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഫോംസ് നൽകിയിട്ടുണ്ട്. നിങ്ങൾ അതിൽ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടീമുകൊണ്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. നമുക്ക് ലൈവ് ക്ലാസ്സുകളൊക്കെ കാണാം. എല്ലാവരും പ്രോപ്പറായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. ഓക്കെ, താങ്ക് യു.